ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനത്തിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നൊക്കെ പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, പാർവതി ഞാനും നിന്റെ ഒപ്പം തന്നെ വരികയാ. ഇത് കേൾക്കുന്ന വിനയ് പറയുകയാണ്, വിശാലെ നീ വേണമെങ്കിൽ പൊക്കോ, പക്ഷെ പാർവതി ഇവിടുന്ന് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ വേണം നീയും ഇവിടുന്ന് പോകാൻ. പാർവതി ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് വെറും കൈയോടെയല്ലേ പോകുന്നത്, അപ്പോൾ വിശാൽ ബ്രോയും അതേപോലെ തന്നെ പോകണമെന്ന് വിനയ് പറയുമ്പോൾ വിശാൽ പറയുകയാണ്, ഞാൻ അങ്ങനെ തന്നെയാ വിനയ് അല്ലെങ്കിലും പോകാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടെയുള്ള എല്ലാവരെക്കാളും വലുത് പാർവതി തന്നെയാ. അതുകൊണ്ടാ പാർവതി ഈ തീരുമാനത്തോട് യോജിച്ചുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ വാച്ചും കഴുത്തിലെ മാലയും എല്ലാം തന്നെ ടേബിളിന്റെ പുറത്തേക്ക് ഊരി വെക്കുകയാണ് വിശാൽ. ഇത് കാണുന്ന പ്രഭാവതി ദേഷ്യത്തോടെ വിനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ കണ്ടില്ലേ, നീ കാരണമാണ് വിശാൽ ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകാൻ പോകുന്നത്. തുടർന്ന് പ്രഭാവതി വിശാലിനോട് പറയുകയാണ്, എൻ്റെ പൊന്നുമോനെ, എൻ്റെ മക്കളെക്കാളെല്ലാം കൂടുതലായി ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകരുത്. എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായില്ലേ, അമ്മയേക്കാൾ വലുത് അവന് പാർവതിയാ. അതുകൊണ്ടല്ലേ അവനിപ്പോൾ ഇറങ്ങിപ്പോകാൻ പോകുന്നത്. ധൈര്യമുണ്ടെങ്കിൽ കമ്പനിയിലെ സ്ഥാനം കൂടി ഒഴിഞ്ഞിട്ട് പോകാൻ അവനോട് പറ. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, വിനയ് നിന്റെ ഭാവം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പാർവതി കമ്പനിയിലെ പദവി രാജിവെച്ചതുപോലെ ഞാനും രാജിവെക്കുകയാണ്. ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ കൂലിവേല എടുത്തിട്ടാണെങ്കിലും അവർ ജീവിക്കുമെന്ന് റിയ പറയുന്നു. കൂലിവേല എടുക്കാനും എനിക്കൊരു മടിയുമില്ലെന്ന് വിശാൽ പറയുകയാണ്. തുടർന്ന് പാറു പറയുകയാണ്, എന്നെ ഇവിടെ നിന്ന് ദേവമ്മയുടെ ഒരു ഫോട്ടോ മാത്രം എടുത്തുകൊണ്ടു പോകാൻ അനുവദിക്കണം. എൻ്റെ മോള് സോമാനസാലയല്ലേ എല്ലാം എനിക്ക് എഴുതി തന്നത്. പിന്നെ ഇതിന് ഞാൻ അനുവദിക്കാതിരിക്കുമോ? എല്ലാം മോളുടെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ. തുടർന്ന് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെന്ന് പാറു പറയുകയാണ്, അമ്മേ, പ്രഭാവതി അമ്മ ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഇപ്പോതാ ഞങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങാൻ പോവുകയാണ്. കയ്യിൽ ഒന്നുമില്ലാതെ എനിക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. തലയൊക്കെ ചുറ്റുന്നത് പോലെയുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണമ്മേ. ആകെയുള്ള തുണ അമ്മയും ഉദയനൂരമ്മയും മാത്രമാണ്. ഇവിടുന്ന് പോയാൽ എങ്ങനെ ജീവിക്കുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് പാറു ഗായത്രിയുടെ ഫോട്ടോ എടുക്കാൻ ഒരുങ്ങുമ്പോൾ അതിൽ നിന്നും ഒരു പേപ്പർ താഴേക്ക് വീഴുകയാണ്. പണം കായ്ക്കുന്ന മരത്തിൻ്റെ ചിത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. കൂടാതെ അതിൽ നിന്നും ഒരു രുദ്രാക്ഷം നേരെ പൂജാമുറിയിലെ ഫോട്ടോകളുടെ ഇടയിലേക്ക് പോവുകയാണ്. പാറു അതിന് പിന്നാലെ ചെല്ലുകയാണ്. ഇത് ദേവമ്മ തരുന്ന എന്തോ സൂചനയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പാറു ആ ഫോട്ടോയും കൂടി എടുക്കുകയാണ്. അതേസമയം പ്രഭാവതി അങ്ങോട്ടേക്ക് വരുന്നു. നീ എന്ത് കരുതി എല്ലാ കാലവും നിന്നെ ഇവിടെ റാണിയായിട്ട് വാഴാൻ ഞാൻ അനുവദിക്കുമെന്നോ? ഇതെല്ലാം, ഈ സ്വത്തും കമ്പനിയും ഇവിടെയുള്ളതെല്ലാം ഈ പ്രഭാവതിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരുപാട് തവണ നീ എന്നെ പരാജയപ്പെടുത്തി. അന്നെല്ലാം ഞാൻ കാത്തിരുന്നത് ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു. പ്രഭാവതിയമ്മേ, നിങ്ങൾ അധികം സന്തോഷിക്കുകയും അഹങ്കരിക്കുകയും ഒന്നും വേണ്ട. ഇത് നിങ്ങളുടെ സ്ഥായിയായ വിജയമായി കണക്കാക്കുകയും വേണ്ടെന്ന് പാറു പറയുമ്പോൾ നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോടിയെന്ന് പ്രഭാവതി പറയുന്നു. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ പോകൂ. ദേവമ്മയുടെ PA ആയി നിങ്ങളിവിടെ ജോലിക്ക് വന്നു. എന്നിട്ട് ദേവമ്മയെ കൊലപ്പെടുത്തി ദേവമ്മയ്ക്ക് പകരക്കാരിയായി ഇവിടെയുള്ളവരെല്ലാവരെയും കബളിപ്പിച്ച് നിങ്ങളിപ്പോൾ ജീവിക്കുന്നു. കപട സ്നേഹം കാണിച്ച് വിശാൽ സാറിനെ നിങ്ങൾ നിങ്ങളുടെ വരുതിയിലാക്കി. എനിക്കെല്ലാം മനസ്സിലായെന്നറിഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളെ രണ്ടിനെയും ഒരുമിച്ച് തീർക്കാൻ നോക്കി. എന്നാൽ ഉദയനൂരമ്മയും ദേവമ്മയും കാരണം ഞങ്ങൾ എല്ലായിടത്തുനിന്നും രക്ഷപ്പെടുകയും ഉണ്ടായി. പ്രഭാവതിയമ്മേ, നിങ്ങൾ ചതിയിലൂടെയാണ് ഈ വീടിൻ്റെ മരുമകളായത്. എന്നാലേ ഞാൻ അങ്ങനെയല്ല. ആചാരപ്രകാരം താലി ചാർത്തിയ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. എനിക്കറിയാം എൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും സ്വത്തിനെയുമൊക്കെ എങ്ങനെ സംരക്ഷിക്കണമെന്ന്. സകലതും ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുമെന്ന് പാറു പറയുമ്പോൾ അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണെന്ന് പ്രഭാവതി പറയുന്നു. എഴുതി തന്നതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം തിരിച്ചു വാങ്ങിയിട്ട് മാത്രമേ ഞാനും വിശാൽ സാറും ഇനി ഈ പടി ചവിട്ടുകയുള്ളൂ. അന്ന് നിങ്ങളുടെ അവസ്ഥ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നതിനേക്കാളും 100 ഇരട്ടി ദയനീയമായിരിക്കും. നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നതിനായി നിങ്ങൾ കാത്തിരുന്നു എന്നൊക്കെ പാറു പറയുമ്പോൾ പാറുവിനെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് വിശാൽ ഗായത്രിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഹോളിലേക്ക് വരുന്നതാണ്. അതേസമയം മാനേജർ പറയുകയാണ്, വിശാൽ സാർ, നിങ്ങളുടെ തീരുമാനമായതുകൊണ്ടാണ് ഞാൻ അന്നേരം ഒന്നും പറയാതിരുന്നത്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഓഫീസിൽ നിന്നും പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾ സ്റ്റാഫുകൾക്കെല്ലാം വല്ലാത്ത വേദനയായിരിക്കും എന്നൊക്കെ അയാൾ വിഷമത്തോടെ പറയുമ്പോൾ അയാളെ വിഷമത്തോടെ നോക്കുകയാണ് വിശാലും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.